ഓഗസ്റ്റ് 21-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയും മലേഷ്യയും അവർ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിക്സിലേക്കുള്ള എൻട്രിയെക്കുറിച്ച്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ചേർന്ന ഗ്രൂപ്പിംഗ് ആണ് ബ്രിക്സ് ഗ്രൂപ്പിംഗ്. അതിലേക്ക് മലേഷ്യയെ കൂടി ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, നിലവിലുള്ള പാർട്ട്ണർഷിപ്പിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിയും മലേഷ്യൻ പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള ചർച്ചയിലിടയിലാണ് ഈ ഒരു വാർത്ത വന്നുള്ളത്. അപ്പോൾ മലേഷ്യ എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സൗത്ത് ചൈന സീയിൽ നമുക്ക് മലേഷ്യയെ കാണാൻ പറ്റും. ആക്ച്വലി മലേഷ്യ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളതെന്ന് ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അതായത് ഇതാണ് ഇക്വേറ്റർ വരുന്നതായിട്ടുള്ളത്. ഇക്വേറ്ററിന് മുകളിലായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഒരു മലേഷ്യയുടെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിലെ ഈ ഒരു മലേഷ്യ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മലേഷ്യയുടെ ഒരു എൻഡിൽ നമുക്ക് സിംഗപ്പൂരിനെ കാണാൻ പറ്റും, ഈ ഒരു എൻഡിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെയും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രൂണെ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മലേഷ്യയുടെ ഏകദേശ ലൊക്കേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മലേഷ്യയുടെ ബോർഡറിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, മറ്റ് രാജ്യങ്ങളെയും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലേഷ്യയുടെ ഏകദേശം ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിരുന്നു സൗത്ത് ചൈന സീലാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ട്രേഡിലും കൾച്ചറലും ആയിട്ടുള്ള റിലേഷൻ വർഷങ്ങളായിട്ട് ആൻഷ്യൻ ടൈംസ് മുതലേ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഫോർമലി 1957 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മലേഷ്യ ഇൻഡിപെൻഡൻസ് നേടിയതിനു ശേഷം 2010 ഇന്ത്യയും മലേഷ്യയും ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കോപ്പറേഷൻ ട്രേഡിലും ഇൻവെസ്റ്റ്മെന്റിലും റീജിയണൽ സെക്യൂരിറ്റിയിലുള്ള സഹകരണം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു എഗ്രിമെന്റിന്റെ ഉദ്ദേശമായിട്ടുള്ളത്. 2015 അതിനെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ കോപ്പറേഷനും ഡീപ്പർ ആയിട്ടുള്ള കൊലാബറേഷനും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, വ്യത്യസ്ത മേഖലകൾ സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ പിന്നീട് പല വിഷയങ്ങളിലും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധം കുറച്ച് വീക്കനായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരെ, ന്യൂനപക്ഷങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ മലേഷ്യ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജമ്മു കാശ്മീർ വിഷയത്തിൽ, ജമ്മു കാശ്മീരിനെ നമ്മളുടെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി അതിന്റെ സ്റ്റേറ്റ്ഹുഡ് എടുത്തു കളഞ്ഞ വിഷയത്തിൽ, ആർട്ടിക്കിൾ 370 വിഡ്രോ ചെയ്ത വിഷയത്തിൽ നമ്മളിന്ന് ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിഷയത്തിലും മലേഷ്യ അവരുടെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രീച്ചർ ആയിട്ടുള്ള ഈ ഒരു സക്കീർ നായിക്കിനെ, അദ്ദേഹത്തെ എക്സ്ട്രഡിറ്റ് ചെയ്യണം എന്ന് മലേഷ്യയോട് ഇന്ത്യ ആവശ്യപ്പെട്ട വിഷയത്തിലും ഈ ഒരു മോശം അഭിപ്രായം ഉണ്ടായിരുന്നു ഇന്ത്യയും മലേഷ്യയുമായിട്ട് എന്ന് ഓർത്തുവെക്കാം. അതേസമയത്ത് COVID-19 പാൻഡമിക് വന്ന സമയത്ത് കുറേ മലേഷ്യക്കാരെ ഇന്ത്യയിൽ ഡീറ്റെയിൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് പുറത്തു പോകാൻ പറ്റാതെ, അതും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സാഹചര്യത്തെ മോശമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2021 ഇത്തരത്തിലുള്ള ടെൻഷൻസും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനുശേഷം രണ്ട് രാജ്യങ്ങളും അവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും താല്പര്യമുള്ള മേഖലകളിൽ പരസ്പരം സഹകരിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചകൾ നടന്നത്. അതിൽ ബ്രിക്സ് ഗ്രൂപ്പിങ്ങിലേക്ക് മലേഷ്യനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി, അതിന് സപ്പോർട്ട് നൽകാം എന്നുള്ള രീതിയിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട് മലേഷ്യക്ക്. തീർച്ചയായിട്ടും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് വുമൺ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഈ ഒരു കൊൽക്കത്തയിൽ ഉണ്ടായിട്ടുള്ള റേപ്പ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റീഫോംസ് വരുന്നുണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ അവിടുത്തെ കോളേജ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്. അതൊരു റിഗ്രസീവ് ആയിട്ടുള്ള മൂവ് ആണ് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് വുമൺ സേഫ്റ്റിയുമായി എടുത്ത നടപടികൾ, എന്താണ് അതുമായി ബന്ധപ്പെട്ട വിഷയം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിനെല്ലാം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയുടെ RG കർ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഒരു റേപ്പും അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വുമൺ ഡോക്ടറുടെ വിഷയത്തിലാണ് ഈ ഒരു വുമൺ സേഫ്റ്റി എന്ന് പറയുന്നത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് വീണ്ടും ഉയർത്തി വന്നത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, പക്ഷെ അത് വാർത്താ പ്രാധാന്യം നേടിയത് ഈ ഒരു സമയത്താണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി അതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇതുവരെ തീർന്നിട്ടില്ല എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. എന്നാൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് കുറച്ച് ഗൈഡ് ലൈനുകൾ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് വെച്ചാൽ വുമൻസിന്റെ നൈറ്റ് ഡ്യൂട്ടീനെ മിനിമൈസ് ചെയ്യുക, അതായത് സ്ത്രീകൾക്ക് നൈറ്റ് ഡ്യൂട്ടി പരമാവധി കുറക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ആക്ച്വലി ഓദർ പറഞ്ഞത് ഇതൊരു ബാക്ക്വാർഡ് സ്റ്റെപ്പാണ്.
ഓൾറെഡി നമ്മുടെ രാജ്യത്തെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ രാത്രി ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനെ വീണ്ടും കുറക്കാനാണ് കാരണമാവുക. അതിനു പകരം അവർക്ക് ബെറ്റർ സെക്യൂരിറ്റി, ബെറ്റർ സുരക്ഷ നൽകാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത്. അതിനു പകരം നിങ്ങൾ ധൈര്യത്തോടെ പുറത്തിറങ്ങിക്കോ, നിങ്ങളെ ഒരാളും ആക്രമിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. ഈവൻ അർബൻ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ ജൂൺ 2024 ഡാറ്റ വെച്ചിട്ട് വെറും 25.2% മാത്രമാണ്. അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള വർക്കേഴ്സ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ എംപ്ലോയ്മെന്റിനെയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെയും കാര്യമായിട്ട് ബാധിക്കും, അവരുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെയും കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുകൂടാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് റൂമുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ CCTVകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ഓൾറെഡി ഉള്ളതാണ്, ബട്ട് ഇതുവരെ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകൾക്കെതിരെ നമ്മുടെ രാജ്യത്തുള്ള ക്രൈം എന്ന് വെച്ചാൽ വളരെ സിവിയർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഈവൻ 2022 ഡാറ്റ വെച്ച് തന്നെ 4.45 ലക്ഷം കേസുകളാണ് ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും ഒരു കാര്യമായിട്ടുള്ള സ്റ്റെപ്പുകളും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രം വരുന്ന ഗൈഡ് ലൈനുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് റോഡുകളിലും മറ്റുമൊക്കെ ബെറ്റർ ലൈറ്റിനിങ്, സെക്യൂരിറ്റി പേഴ്സണലിനെ കൃത്യമായിട്ട് നിയോഗിക്കുക, എമർജൻസി റെസ്പോൺസ് സിസ്റ്റംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ എല്ലാ ആൾക്കാർക്കും ജോലി ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള സേഫർ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റുകൾ കൊണ്ടുവരിക. അതല്ലാതെ സ്ത്രീകളുടെ വർക്കിംഗ് അവേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളിലേക്കല്ല പോകേണ്ടതായിട്ടുള്ളതെന്നാണ്. കൃത്യമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ്, പോലീസും മറ്റുമൊക്കെ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്ന നിയമം നടപ്പിലാക്കുന്നുണ്ട്, സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് നോക്കേണ്ടതായിട്ട് നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇത്തരത്തിൽ ജെൻഡർ വയലൻസിനെ കൊമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ പബ്ലിക് അവയർനെസ് കൊണ്ടുവരിക, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പബ്ലിക് അവയർനെസ് കൊണ്ടുപോകാം. സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ, കാരണം ഒരു ദിവസം രാത്രി വഴിയരികിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് വേറെ രീതിയിലാണ്. അതായത് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച്, അല്ലെങ്കിൽ അതൊരു ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ആ ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പബ്ലിക് അവയർനെസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ സുവോമോട്ടോ കേസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിനെ തന്നെ സുപ്രീം കോടതി നിയമിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണൽസിനെയും മറ്റു വർക്കേഴ്സിൻ്റെയും ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇത് കൂടാതെ കൂടുതൽ ക്യാമ്പയിനുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. റീക്ലെയിം ദ നൈറ്റ് എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേഫർ ആയിട്ടുള്ള പബ്ലിക് പ്ലേസുകളും ബെറ്റർ വർക്ക് പ്ലേസുകളും സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. ഇതെല്ലാം കാര്യമായിട്ടുള്ള ഒരു റീഫോം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എടുക്കണം. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ കുറച്ച് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എടുത്തു എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. ഇദ്ദേഹം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവന്റ് ആണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുന്നത് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.